കർണാടകത്തിലെ ശ്രീക്ഷേത്ര ധർമ്മസ്ഥലം കേന്ദ്രീകരിച്ച് കോടികളുടെ തട്ടിപ്പ് നടന്നതായി പരാതി. ഗ്രാമാഭിവൃദ്ധി യോജന എന്ന പേരിൽ ഗ്രാമപ്രദേശങ്ങളിൽ സ്വയം സഹായ സംഘങ്ങൾ രൂപവൽക്കരിച്ച് പണം തട്ടിപ്പെന്നാണ് പരാതി. കർണാടകയിൽ വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച് കാസർഗോഡ് ജില്ലയിലേക്ക് വ്യാപിപ്പിച്ച പദ്ധതിയിലാണ് തട്ടിപ്പാരോപണവുമായി നേരത്തെ അംഗങ്ങളായിരുന്നവർ രംഗത്തെത്തിയത്. കേന്ദ്ര ഗവൺമെന്റിന്റെ NRML യോജന എന്ന് പറഞ്ഞ് ഗ്രാമങ്ങൾ അഭിവൃദ്ധിയാക്കാൻ വരുന്ന കാശ് ഇവർ തട്ടിപ്പ് ചെയ്യുക. ഇത് ആൾക്കാർക്ക് എത്തിക്കുന്നില്ല. അതിൻ്റെ സെൻറ്ററിൽ നിന്നിട്ട് ഇവന്മാർ തിന്നുക. ഒരു ബാങ്കിൽ എന്ന് പറഞ്ഞാൽ 10 പേരുടെ ഒരു ഗ്രൂപ്പ് കൂടിയിട്ട് ആ ഗ്രൂപ്പിന് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഇവർക്ക് BC എന്ന് പറഞ്ഞോളൂ. BC എന്ന് പറഞ്ഞാൽ ഗ്രാമത്തെ ആൾക്കും ബാങ്കിനുമായിട്ട് സെൻറ്ററിൽ നിന്നിട്ട് ചെയ്യേണ്ട ഒരു പണിയാണ് ഇവർക്ക് കൊടുത്തേക്കുന്നത്. ഒരു ഗ്രൂപ്പ് കൂടിയിട്ട് ഗ്രൂപ്പിനകത്ത് ആൾക്കാരുടെ എല്ലാവരും 10 പേരുണ്ടെങ്കിൽ 10 പേരുടെ ആധാർ കാർഡും ID കാർഡും പിന്നെ ബയോമെട്രിക് മേടിച്ചിട്ട് ഇവർ കൊണ്ടുപോയിട്ട് ഇവർ ബാങ്കിൽ കൊടുത്തിട്ട് അവരുടെ പേര് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ബാങ്കിൽ നിന്ന് ആ ഗ്രൂപ്പിലോട്ട് കാശിടുന്നുണ്ട്. ആ കാശിട്ടെങ്കിൽ ആ കാശിന്റെ കൺട്രോൾ ഈ ധർമ്മസ്ഥല ഗ്രാമാഭിവൃദ്ധി യോജന. 11 ആഴ്ച നിക്ഷേപമായി 10 മുതൽ 100 രൂപ വീതം വാങ്ങുന്ന പണം നിക്ഷേപിക്കുന്നത് സംബന്ധിച്ച ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ലഭ്യമാക്കുന്നില്ലെന്നും സ്വയം സഹായ സംഘം മാതൃകയിൽ ലഭ്യമാക്കുന്ന വായ്പയിൽ പ്രതിവാരം പലിശ ഈടാക്കുന്നതായും പരാതിയുണ്ട്. പണമിടപാട് നടക്കുന്നതിന് റിസർവ് ബാങ്കിന്റെ അനുമതിയില്ലെന്നും സംഘങ്ങൾ രൂപീകരിക്കുന്നതിന് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും പരാതിക്കാർ പറഞ്ഞു. പെർമിഷൻ ഉണ്ടായിട്ട് കൊടുത്തതല്ല, RBI പെർമിഷൻ ഇല്ലാതെ കൊടുത്തേക്കുന്നത്. ഇന്ന് 2016 കഴിഞ്ഞിട്ട് എല്ലാവരും ഓൺലൈനിൽ കാശ് ചെയ്യണമെന്ന് പറഞ്ഞേക്കുന്നത് ഈ അഴിമതി നിൽക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ കർണാടകത്തിൽ വന്നിട്ട് ഈ ഒരു അകരണം എന്ന് പറഞ്ഞെങ്കിൽ എല്ലാം ക്യാഷായിട്ടാണ് നടക്കുന്നത്. ഒരാഴ്ച തന്നെ 10,000 കോടികളാണ് കളക്ഷൻ ആക്കുന്നത്. എല്ലാം ക്യാഷായിട്ടാണ് കളക്ഷൻ ചെയ്തത്. അംഗങ്ങളിൽ നിന്ന് മൈക്രോ ഇൻഷുറൻസ് എന്ന പേരിൽ പ്രതിമാസം 1000 രൂപ വീതം പിരിച്ചെടുത്തിട്ടുണ്ടെങ്കിലും ആ പണവും മുഴുവനായി തിരിച്ചു കിട്ടുന്നില്ല. തട്ടിപ്പ് സംബന്ധിച്ച് ഊർജിതമായ അന്വേഷണം വേണമെന്നാണ് അംഗങ്ങളുടെ ആവശ്യം. ഇതുവരെ 6.5 ലക്ഷത്തിലേറെ സംഘങ്ങളിലൂടെ 50 ലക്ഷത്തിലേറെ ആളുകൾ തട്ടിപ്പിനിരയായതായാണ് പരാതി. കാസർഗോഡ് ജില്ലയിലെ തട്ടിപ്പ് സംബന്ധിച്ച് SP-ക്ക് പരാതി നൽകി. ന്യൂസ് മലയാളം, കാസർഗോഡ്.